നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. നിങ്ങളുടെ വാഹനത്തെ പറ്റി പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ എന്നറിയാമല്ലോ. വാഹനത്തിൻ്റെ കുറവുകൾ പറയാം, കുറ്റങ്ങൾ പറയാം, എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം, നിങ്ങൾ സർവീസ് സെൻ്ററിനെ പറ്റി പറയാം, നിങ്ങൾ വാഹനം വാങ്ങിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസിനെ പറ്റി പറയാം. അങ്ങനെ എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളൊരു വേദിയാണ് റാപ്പിഡ് ഫയർ. അതിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ റാപ്പിഡ് ഫയർ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നത് റോഡ്മേറ്റ് എന്ന ആപ്പാണ്. റോഡ്മേറ്റ് എന്ന ആപ്പാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതായത് വാഹന സംബന്ധിയായ കാര്യങ്ങളെല്ലാം ഒരു ആപ്പിൽ ഒതുക്കിയിരിക്കുകയാണ്. അതായത് വാഹനത്തിൻ്റെ ഇപ്പോൾ ഡെൻറ്റിങ് തീർക്കണമെങ്കിൽ അത് തൊട്ട് വാഹനം കഴുകുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങളും ആ ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ സാധിക്കും. സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും റോഡ്മേറ്റുമായിട്ട് ടൈപ്പുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. 50-ലധികം സർവീസുകൾ റോഡ്മേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. ആയിരക്കണക്കിന് സർവീസ് പ്രൊവൈഡേഴ്സാണ് റോഡ്മേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കാര്യത്തിനും നിങ്ങൾക്ക് റോഡ്മേറ്റിനെ ആശ്രയിക്കാം. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ വേണമെങ്കിൽ റോഡ്മേറ്റിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാമെന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ നാട്ടിലെന്നല്ല, എവിടെയായാലും. അതായത് വാഹന സംബന്ധിയായ എല്ലാ കാര്യങ്ങളും, ആ നാട്ടിലെ കാര്യങ്ങളെല്ലാം കൂടി ഒരു ആപ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കതൊരു വരുമാന മാർഗ്ഗമായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് റോഡ്മേറ്റിൻ്റെ. നിങ്ങൾ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ആദ്യത്തെ കസ്റ്റമർ ആരാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഡീസൽ CVT എന്ന് പറയുന്നത് പൊതുവേ നമ്മളങ്ങനെ കണ്ടിട്ടുള്ള സംഭവമല്ല. കാരണം ഡീസൽ CVT വാഹനങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോണ്ട അമേസാണ്. അമേസിൻ്റെ ഡീസൽ CVT ഞാൻ പലർക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ ഇഷ്ടത്തോടുകൂടി ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. വളരെ ഫ്യൂവൽ എഫിഷ്യൻ്റായ വാഹനമാണ്. പക്ഷേ ഇപ്പോൾ ഹോണ്ട ഡീസൽ എഞ്ചിനുകൾ അവസാനിപ്പിച്ചതുകൊണ്ട് തന്നെ ഇനി മുതൽ നമുക്ക് അമേസിൻ്റെ ഡീസൽ CVT കിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്നാലും നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട അമേസ് ഡീസൽ CVTയുടെ ഓണറിനെയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? ജോസ് മാക്കിൽ. എവിടെയാണ് സ്ഥലം? പാലായിലാണ്. ഏറ്റുമാനൂരിനടുത്ത് കിടങ്ങൂരെന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാനൊരു എക്സൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യും. എന്ത് ചെയ്യുന്ന കമ്പനിയാണ് അത്? മറ്റേ ഈ ബേക്കറിയിലേക്ക് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു ഹോൾസെയിൽ ഫേമാണ്. എത്ര കാലമായി അമേസിലേക്ക് എത്തിയത്? ഇത് 2018 വാങ്ങിയതാണ്. 18-ലാണല്ലോ ഏകദേശം ഇത് വണ്ടി ഇറങ്ങിയ ഓഫ് റോഡ് കൂടി വാങ്ങിച്ചതാണ്. ഒരു 10,000 രൂപയുടെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഫ് റോഡ് കൂടി വാങ്ങിയതാണ്. അത് ഞാൻ മറ്റേ ഒരു ഗ്രേ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴുകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ഒരു 2ാം നിലയുടെ മുകളിലാണ്. അപ്പോൾ അവിടെ കഴുകാൻ ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് ഇച്ചിരി ഒരു ഇരുണ്ട വണ്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഗ്രേ വാങ്ങിയത്. ഗ്രേ ബുക്ക് ചെയ്തത്. അതിനുശേഷമാണ് മറ്റേ ഗോൾഡൻ ബ്രൗൺ കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഞാനത് ചേഞ്ച് ചെയ്ത്. അപ്പോഴാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് പറഞ്ഞ് അത് വരാൻ താമസിക്കും, ഇപ്പോൾ ഒരു വൈറ്റ് കളർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വൈറ്റ് വേണ്ട, അപ്പം വൈറ്റിന് അഡീഷണൽ വീണ്ടും പൈസ കൂടുതൽ കൊടുക്കുകയും വേണം, അപ്പം വൈറ്റ് വേണമെന്ന് പറഞ്ഞു. അന്നേരമാണ് പറഞ്ഞത് ഒരു റെഡ് വന്നിട്ടുണ്ട്, CVT റെഡ് അവിടെ നിന്ന് കയറിയിട്ടുണ്ട്, വേണേൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയും അടിച്ചു. റെഡ് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അത് പറഞ്ഞ ഒരു ഓഫറിൽ ഇപ്പം കിട്ടുകയുള്ളൂ, ചിലപ്പം താമസിച്ച് കഴിഞ്ഞാൽ ഓഫർ കിട്ടാതെ വരുമെന്ന് പറഞ്ഞു. അതെ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട് ബൈജേട്ടൻ എന്തായാലും പറയുന്നതായിട്ട് കേട്ട് റെഡ് മീൻസ് പെർഫോമൻസ് എന്ന് കേട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും നോക്കണ്ട, ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എന്നിട്ട് അടിയിൽ മറ്റേ ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. CVT ഓട്ടോമാറ്റിക് ഡീസൽ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് റെഡ് മീൻസ് പെർഫോമൻസ് ബൈജു നായർ എന്നും കൂടെ കൊടുത്തു, ഫേസ്ബുക്കിൽ ഇട്ട് കൊടുത്തു. ഇനിയിപ്പം അത് നമ്മുടെ തലയിരിക്കണ്ട. എന്ത് കിട്ടുന്നുണ്ട് മൈലേജ് നമ്മൾ AC ഇട്ട് ഓടിക്കുകയാണെങ്കിൽ 23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. AC ഇടാതെ ഓടിച്ചാൽ 30 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 30 കിലോമീറ്റർ AC ഇടാതെ ഓടിച്ചു കഴിഞ്ഞാൽ. ശരി. അതൊരു സംഭവമാണല്ലോ 30 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ എഫിഷ്യൻ്റായിട്ട് ലാഭകരമായിട്ട് ഓടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതെ, ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ വണ്ടി എടുക്കാനായിട്ട് തീരുമാനിച്ചെന്താ? അത്രയധികം ഓട്ടം ഉണ്ടോ ഡീസൽ എടുക്കാൻ മാത്രം? അല്ല, എൻ്റെ നേരത്തെ ഒരു ഡീസൽ വണ്ടിയായിരുന്നു, ഇൻഡിക ഡീസലായിരുന്നു. പിന്നെ ഡീസലിനോട് എനിക്ക് നേരത്തെ തൊട്ട് മൈലേജ് ഇച്ചിരി കൂടുതൽ കിട്ടും. പിന്നെ 1 ലക്ഷം രൂപയുടെ വ്യത്യാസമല്ലേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം ആ 1 ലക്ഷം രൂപ ആദ്യം നമ്മൾ മുടക്കിയാൽ നമ്മൾ അറിയാതെ അങ്ങ് പൊക്കോളും. പിന്നെ ഈ പെട്രോൾ അടിക്കുമ്പോഴത്തേക്കുള്ള ഈ മൈലേജ് കുറവും, ഇതിൻ്റെ തന്നെ പെട്രോളിന് മൈലേജ് കുറവായിട്ടാണ് കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. 12-13 കിട്ടുന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീസൽ എടുത്തേക്കാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ ഡീസൽ CVT എന്ന് പറഞ്ഞാൽ പൊതുവേ അധികം വണ്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എങ്ങനെയാവും പെർഫോമൻസ്? ആശങ്ക ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ അമിയോ നോക്കിയിരുന്നു. അമിയോയുടെ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവസാന റൗണ്ടിൽ 3 വണ്ടികളാണ് ഉണ്ടായിരുന്നത്. അമിയോ ഡീസൽ, മറ്റേ ഈ ഹോണ്ട അമേസ്, പിന്നെ അതുകൂടാതെ നമ്മുടെ
ബ്രീസയുടെ ഓട്ടോമാറ്റിക് ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് AMD ആയിരുന്നു. പക്ഷെ ഓടിച്ച് നോക്കിയപ്പം രാവും പകലും പോലുള്ള വ്യത്യാസം ഫീൽ ചെയ്തു. മറ്റേത് DSG-മാണ്. അതെ, പക്ഷേ അതിൻ്റെ മൈലേജ് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. 12-13 ആ ഒരു റേഞ്ചാണ് കാണിക്കുന്നത്. അതുപോലെ ബ്രീസയ്ക്കും ഇങ്ങനെ തന്നെയായിരുന്നു, മൈലേജ് തീരെ കുറവായിരുന്നു. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്തപ്പോഴത്തേക്കും പിന്നെ അമേസിലേക്ക് പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട? ഓടിക്കാനുള്ള സുഖം എന്നുള്ളതാണ്, കംഫർട്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും സുഖം. പിന്നെ ഇത് മറ്റേ സെഡാനും ആഷ് ബാക്കിലും ഒക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കാറിലേക്ക് നമ്മൾ കയറുക എന്നല്ല, കാറിലേക്ക് ഇറങ്ങുക എന്ന് പറയേണ്ടി വരും. ഇറങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ SUV ആണെങ്കിൽ അതിനാ ഞാൻ മറ്റേ ബ്രീഫയും കൂടെ ഓടിച്ചു നോക്കി. പക്ഷെ അതിന്റെ AMD ആയതുകൊണ്ട് അതിന്റെ കംഫർട്ട് അല്ലാഞ്ഞുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് തന്നെ പോയേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സീറ്റിംഗ് പൊസിഷൻ വളരെ താഴെയാണെന്നുള്ള അല്ലാതെ എന്തെങ്കിലും കുറവ് ഫീൽ ചെയ്യാറുണ്ടോ? കുറവ് വേറെ ഒന്നും ഫീൽ ചെയ്യാറില്ല. പിന്നെ ഒരു 360 ക്യാമറ കൊണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു എന്നുള്ളത്. പക്ഷെ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡിന് പോലും ഇല്ലായിരുന്നു. ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിക്കാണോ 5 വർഷം കൊണ്ട്? അത് ചോദിക്കരുത്. ആകെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5 വർഷം കൊണ്ട് 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അധികം ഓട്ടം ഇല്ലാത്ത ആളാണ്. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ഒരു 8,000-10,000 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ അടുത്തൊരു ചെറിയ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സിക്യൂട്ടീവ് നോക്കിയിട്ട് പറഞ്ഞു ഇതിനകത്ത് ബ്രേക്കിലേക്ക് വരുന്ന എന്തോ ഒരു വരുന്ന ബ്രേക്കിലേക്കൊരു ഫ്ലൂയിഡ് വരുന്ന അത് ചെറുതായിട്ട് എന്തോ ലീക്കോ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മൊത്തത്തിൽ ആ സംഭവം മാറണം. ഒരു 12,000 രൂപയോളം ആകുമെന്ന് പറഞ്ഞു. 15,000 കിലോമീറ്റർ ഓടിയപ്പോഴും അങ്ങനെ പ്രശ്നം സംഭവിച്ചെന്നാണ് എക്സിക്യൂട്ടീവ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ബ്രേക്കിൽ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല, ബ്രേക്ക് ഓട്ടുമ്പോൾ കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല. ഈ എക്സിക്യൂട്ടീവ് ഈ പറഞ്ഞ പോലെ സാധനം മാറ്റിയിട്ട് അവർക്ക് വല്ല ഇൻസെന്റീവും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസമാണോ? അതെ, അങ്ങനെയാണോ എന്ന് എനിക്കൊരു സംശയം. അത് ഇപ്പം ഞാൻ പാലായിലെ പ്രീമിയറിലാണ് ഇപ്പം കൊടുത്തത്. അവിടുത്തെ എക്സിക്യൂട്ടീവാണ് പറഞ്ഞത്. ഞാനിത് മേടിച്ചത് വിഷൻ ഹോണ്ടയെന്നാണ് മേടിച്ചത്. അവിടുന്ന് തന്നെ ആദ്യമേ തന്നെ 1-2 തിക്താനുഭവങ്ങളുണ്ടായി. അതായത് ആദ്യം തന്നെ ഈ വണ്ടി നമ്മൾ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് തന്നെ ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലായിരുന്നു. എൻ്റെ പഴയ വണ്ടി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇത് അവിടെ നിന്ന് കൊണ്ടുവരാനും പറ്റാതെ വന്ന് രജിസ്ട്രേഷൻ നടക്കാതെ പിന്നെ അവസാനം ഒരു ലാസ്റ്റ് സമയത്ത് പിന്നെ അവരുടെ എക്സിക്യൂട്ടീവിനെ തന്നെ കയറ്റി വിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുക ചെയ്തു. കാരണം കമ്പനിയുടെ വേറൊരാൾ ഓടിക്കുന്നതിന് ഇത് വേണമല്ലോ, അത് ആയിട്ടില്ലായിരുന്നു. ഇവിടെ ഒരു സാങ്കേതിക പ്രശ്നമായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ ഫസ്റ്റിൽ സർവീസിന് കൊണ്ട് ചെന്നപ്പം അവിടെ ഇതുപോലെ വണ്ടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പഞ്ചിങ്ങിൻ്റെ സമയമായിരുന്നു. അവിടുത്തെ ഓഫീസ് ടൈമിൻ്റെ ഏതോ ഒരു സ്റ്റാഫ് ഒരു വണ്ടി ഇതിലെ ഒരു സ്കൂട്ടർ കയറ്റിക്കൊണ്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ നല്ലൊരു പോറൽ ആദ്യത്തെ സർവീസിന് പോയപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ സംഭവിച്ചു, അത് പറഞ്ഞ് പെയിൻ്റ് അടിച്ച് തരാം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്ന് തന്നെ പോരാവുന്നതായിരുന്നു. ഈ സർവീസ് കഴിഞ്ഞാൽ ആദ്യത്തെ സർവീസ് ആകുമ്പോൾ കുറച്ച് സമയം എടുക്കുകയുള്ളൂ. പക്ഷേ അതുകൊണ്ട് പെയിൻ്റ് അടിക്കേണ്ട കേസ് വന്നതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ പിന്നെയും പോകേണ്ടി വന്നു. അപ്പം അങ്ങനെയൊക്കെ 2 തിക്താനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പിന്നെ കോട്ടയം വരെയും പോകണം. ഇതിപ്പം പാലായിലുണ്ട്, സർവീസിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം പാലായി ചെയ്യുന്നത്. ബ്രേക്കിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എന്താണെന്നുള്ളത് ഒന്നുകൂടെ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ വെറുതെ 12,000 രൂപ കളയണമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ എന്നിട്ട് നമ്മളത് പേടിപ്പിക്കുകയും ചെയ്തു. ഇത് ഇങ്ങനെ മാറിയില്ലെങ്കിൽ പ്രശ്നം കേട്ടോ, ബ്രേക്ക് കിട്ടാതെ വരും, ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, പതുക്കെ ഓടിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വണ്ടി ഏത് എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം ഇതിപ്പോ ഇത്രയല്ലേ ഓടിയുള്ളൂ. അപ്പൊ ഇനി വൈഫിന് ചിലപ്പോൾ ഈ വണ്ടി ഞാൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ആണല്ലേ? എന്നിട്ട് വേറെ വണ്ടിയിലേക്ക് പോകാൻ എന്താണ് മനസ്സിൽ വന്നിരിക്കുന്ന ഒരു വണ്ടി? യാതൊരു സംശയം എന്താ, EV അല്ലേ, EVയുടെ യുഗമല്ലേ. നമ്മളെപ്പോഴും ടെക്നോളജി പുതിയ ടെക്നോളജി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഡീസൽ CVT 2018 തന്നെ എടുത്തത്. അപ്പൊ ഇനിയിപ്പോ ഒരു EVയിലേക്കായിരിക്കും പോകുന്നത്. അപ്പം മനസ്സിൽ അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് നാളും കൂടെ ഇനിയും ഒരുപാട് EVകൾ ഈ വർഷം വരാനുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ട് ഇപ്പം മാരുതിയുടെ EV വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റയുടെ സർവീസിങ്ങിനെ പറ്റിയുള്ള ഒരു കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ടാറ്റ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാനും പറ്റത്തില്ല. ഇതിനു മുമ്പത്തെ എൻ്റെ ടാറ്റ ആയിരുന്നു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നാൽ പോലും പക്ഷേ അതിനേക്കാളൊക്കെ ടെക്നോളജി മാറി കുറേ കൂടെ പ്രശ്നങ്ങൾ വരാവുന്ന വണ്ടികളായി, ടെക്നോളജിക്കലി ഒക്കെ ഇതായല്ലോ. ശരിയാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞാൽ ഇത്രയൊക്കെ ഓടുന്നുണ്ടെങ്കിൽ EV എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ചേരുന്ന ഒരു വണ്ടിയായിരിക്കും. EV ആകുമ്പോൾ അധികം ഓടുന്നവർക്കാണല്ലോ EV ചാർജിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നത്. ഇത്രയൊക്കെ ഓടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞാൽ ഞെട്ടിക്കുന്ന മൈലേജ്, 30 കിലോമീറ്റർ മൈലേജ് എന്ന് സ്ഥിരമായി ഓടിക്കുന്ന ഒരാൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു അഭിനന്ദനം കിട്ടാനില്ല ഈ ഹോണ്ട അമേസിൻ്റെ ഡീസൽ CVTക്ക്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞാൽ കൊള്ളാവുന്ന എല്ലാ വണ്ടികളും നേരത്തെ നിർത്തിപ്പോകുന്ന ചരിത്രമുള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇനി നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ എന്തായാലും വലിയ സന്തോഷമുണ്ട്. അപ്പം രാവിലെ നമ്മൾ കണ്ടുമുട്ടിയത് കാണിച്ചൊരു ചെറിയ ഗിഫ്റ്റ് തരാം. ഓക്കെ. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വണ്ടി വർഷത്തിൽ 4 പ്രാവശ്യം വാട്ടർ സർവീസ് ചെയ്ത് ഭംഗിയായി സൂക്ഷിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ റോഡ് മേറ്റ് എന്ന് പറയുന്ന ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട്
എവിടെ ആണ് പോകുന്നത് അതിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും റോഡ്മേറ്റുമായിട്ട് ടൈപ്പുള്ള വാട്ടർ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടാവും. അവിടെ കൊണ്ടുവന്നാൽ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരും. അപ്പോൾ നമ്മളൊരു കൂപ്പൺ തരും, അത് റെഡീം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്നാലും വളരെ സന്തോഷം കണ്ടതിൽ. താങ്ക് യു. അപ്പോൾ നമുക്കൊരു പടവും കൂടെ എടുത്ത് പിരിയാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിനി പരിചയപ്പെടാൻ പോകുന്ന ഒരു ടൊയോട്ട ഫോർച്യൂണർ ഓണറിനാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ ഫിറ്റിങ്സ്, വലിയ 2 ലൈറ്റുകൾ, പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് കൊച്ചി ടു നേപ്പാൾ GT ട്രാക്ക് ബ്ലോഗ്സ്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് GT ട്രാക്ക് ബ്ലോഗ്സ് എന്താണെന്ന് ചോദിച്ചു തുടങ്ങാം. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഉള്ളൊരു ബ്ലോഗാണ്. നമ്മൾ അത്യാവശ്യം ട്രാവൽ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഫീൽഡ് ഓട്ടോമോട്ടീവ് ആണ്. ഞാനൊരു 15 വർഷമായിട്ട് ഒരു ഗാരേജ് റൺ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടതും ചെറിയ യാത്രകളും മോട്ടോർ സൈക്കിളിന്റെ ഒക്കെ കൂടുതൽ റിവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. ബൈജു ചേട്ടൻ്റെ അനുഗ്രഹിക്കണം. അതിന് പേര് ചോദിച്ചില്ല. എൻ്റെ ഒരു ഗിരീഷ്. മോളൊരു രേവതി. അപ്പം രണ്ടുപേരും കൂടെയാണോ യാത്രകൾ മുഴുവൻ? ഇപ്പം ഞങ്ങൾക്കൊരു മോനുണ്ട്, ഒരു മോളുണ്ട്. മോൾക്ക് 3 വയസ്സാവുന്നേ ഉള്ളു. അപ്പം ഇപ്പം അവളെ കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു യാത്ര. ഇപ്പം ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ഒരു 1500 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തായിരുന്നു. മോളെ എഴുത്തിനിരുത്താൻ വേണ്ടി മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോൾ ആ വഴി കൂർഗ്, വയനാടൊക്കെ കയറി അങ്ങനെ വന്നായിരുന്നു. ഇതിപ്പോൾ ഇത് പോയിട്ട് വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായി. 3 ആഴ്ചയുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുന്ന് നേപ്പാളിലേക്കുള്ള യാത്ര? നമ്മുടെ റോഡ് കണ്ടീഷൻ ഇവിടുന്ന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. നേപ്പാളിലെ റോഡുകളിലെല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. പക്ഷെ നമുക്ക് അത് ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്യും. നമ്മളത് പ്രതീക്ഷിച്ച് തന്നെ പോയത്. അല്ല, എങ്കിലും ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേപ്പാളിലേക്ക് ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പോൾ ലണ്ടനിലേക്ക് പോയ സമയത്ത് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. ആ സമയത്തൊന്നും അത്ര നല്ല റോഡുകളായിരുന്നില്ല. അപ്പോൾ ഇപ്പം പക്ഷേ അങ്ങ് വരെ നല്ല റോഡുകളായോ ഈ ഹൈവേകൾ? ഇന്ത്യയിൽ ഇന്ത്യയിൽ അത്യാവശ്യം അടിപൊളി എന്നൊന്നും പറയാനില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടത്തൊക്കെ പോലെ തന്നെ പല സ്ഥലങ്ങളിൽ, ചില സ്ഥലത്ത് ഇതിനേക്കാളും മോശമാണ്. നേപ്പാളിലെ റോഡുകളെല്ലാം ഇപ്പം അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അവിടെ മറ്റേ നമ്മുടെ ഗ്യാപ്പ് റോഡ് പോലത്തെ വലിയ ഭീകര വർക്കുകൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിനുള്ളിൽ അടിപൊളി റോഡ്. അത് ചൈന ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് കേട്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്തോ? ശരിക്കും അടിപൊളി. നമ്മുടെ ജീവിതത്തിൽ ഒരു കലക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പൊഖ്രയിലൊക്കെ പോയോ? നമ്മള് സുനോലി വഴി എൻട്രി ചെയ്തിട്ട് തിരിച്ചിറങ്ങിയത് കൊൽക്കത്ത, മറ്റേ ഡാർജിലിംഗ് എല്ലാം പോയി ഗാങ്ടോക്ക് ഒക്കെ പോയിട്ട് അതിൽ കൂടി പോകുന്നത്. നല്ല ഡ്രൈവറായിരുന്നു. ഞങ്ങൾ 5 പേരായിരുന്നു മൊത്തം. 4 പേര് അത്യാവശ്യം നന്നായിട്ട് ഓടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളിവിടുന്ന് നമ്മളങ്ങനെ ഓടിച്ചെത്തിക്കാന്ന് വരില്ല. 44 hours നമ്മൾ നേപ്പാൾ എൻട്രി ചെയ്ത്. കൊച്ചിന്നോ? മാരക പോക്കായിരുന്നല്ലോ. ഓവർ സ്പീഡ് ഒന്നും എടുത്തല്ല. നമ്മള് താമസമാണോ പോയത്? സ്റ്റേ എടുത്തില്ല. ഓ, അങ്ങനെ അങ്ങ് പോയി. അതായത് ആക്ച്വലി അത് എനിക്ക് തോന്നുന്നത് ഫോർച്യൂണറിന്റെ ഒരു ഇതായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് പിറ്റേ ദിവസം സ്റ്റേ എടുക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ നമ്മളവിടെ ചെന്ന് ഓടിക്കാൻ 4 പേരുള്ളത് കൊണ്ടും ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ സ്റ്റേ എടുക്കണം, നമുക്ക് പോവാം. ടൈം കുറവായിരുന്നു. അങ്ങനെ 44 hours നമ്മൾ അതൊരു ഡ്രൈവർ. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ പിൻഭാഗത്തിരിക്കുന്നവർക്ക് നല്ല ബോഡി റോൾ ഉണ്ടെന്നുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് ഇത്രയും ദൂരം ഓടിയപ്പോൾ ബാക്കി ഇരുന്നവർ അത് പറഞ്ഞു അങ്ങനെ? ഇല്ല, ഞങ്ങൾ എല്ലാവരും മാറി മാറി ഇരുന്നത്. പില്ലോവും കറക്റ്റ് സീറ്റിംഗ് സെറ്റപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു റൂഫ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബാക്കിലെ സീറ്റും സെന്റർ റോയും യൂസ് ചെയ്യാൻ പറ്റി. അത് പെർഫെക്റ്റ് ആയിരുന്നു. റൂഫ് ബോക്സിന് കഴിഞ്ഞ ദിവസം ഫൈൻ കിട്ടി. ഇവിടെയോ? തുല്യയുടെ അല്ല, നമ്മുടെ പെൻടയർ എന്ന് പറഞ്ഞൊരു ബാങ്കാണ്. അത് തൃപ്പൂണിത്തുറ ആട്ടിയോ ഞാൻ പാർക്ക് ചെയ്തിട്ട സമയത്ത് ഫോട്ടോ എടുത്തിട്ട് ഇട്ടിട്ട് 5,000. ഞാനെനിക്ക് അത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഒരാളങ്ങനെ ചോദ്യം ചോദിച്ചിരുന്നു, ഈ റൂഫ് റാക്ക് വെക്കുന്നതിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാനത് നമ്മുടെ ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിക്കും പറയാൻ നിയമവിരുദ്ധമാണ്. വണ്ടിയിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഒരു സാധനവും പാടില്ലെന്നാണ്. പക്ഷേ റൂഫ് റാക്കിൻ്റെ കാര്യത്തിൽ നമ്മളതങ്ങ് കണ്ണടക്കിയാണെന്ന് അന്ന് അവർ പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ അതിന്. പക്ഷേ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പല റോഡിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ എയർപോർട്ട് അടുത്താണല്ലോ, ഈ എയർപോർട്ടിൽ നിന്ന് പോകുന്ന ടാക്സികളുണ്ടല്ലോ, ഈ ബോക്സ് വെറുതെ വെച്ചിട്ട് ഒറ്റ ഒരു മറ്റേ ബഞ്ചി കോഡൊക്കെ ഇട്ടിട്ടാണ് എന്തായാലും സേഫ്റ്റി അല്ല. അതിനേക്കാളും എത്ര സേഫ് ആയിട്ടാണ് അവർ പറയുന്നത്. നിയമത്തിന്റെ വശങ്ങളായിരിക്കും, വിശ്വസിക്കാൻ തയ്യാറുമാണ്, കുഴപ്പമില്ല. എയർപോർട്ടിൽ നിന്നുള്ള വണ്ടികളുടെ കാര്യത്തിലൊക്കെ നമ്മളൊന്ന് കണ്ണടക്കുന്നതാണ് എന്നാന്ന് അവർ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പാലിക്കപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ എത്ര ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്? ഓട്ടോമാറ്റിക് ആണോ മാനുവൽ? നമ്മൾ മാനുവൽ 4x4 അന്വേഷിച്ച് നടന്ന് സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. ഏകദേശം ഞാനൊരു 6 മാസത്തോളം നടന്നിട്ട് എനിക്ക് മാനുവൽ 4x4 നമുക്ക് ഇഷ്ടത്തിലുള്ളൊരു വണ്ടി കിട്ടിയത്. അത് കേരളത്തിൽ നിന്ന് തന്നെ എടുക്കാനും പറ്റി. മൈലേജ് എന്ത് കിട്ടി ഇപ്പോൾ ഈ യാത്രയിൽ? എനിക്ക് ഏറ്റവും ടോപ്പ് ഇതിൽ കിട്ടിയിരിക്കുന്നത്
സംതിങ് കിട്ടി. നമുക്കൊരു ലോക്കൽ എന്തായാലും 11-ൽ താഴ്ത്ത് പോകാറില്ല. പിന്നെ ഞങ്ങൾക്ക് ലോക്കൽ യൂസ് ചെയ്യാനായിട്ടൊരു ഫിയറ്റ് പുന്തോ ഇവോ ഉണ്ട് 90 PS. അതാണ് ഇയാൾ യൂസ് ചെയ്യണം. ഞാനും ഉള്ള ലോക്കൽ ആവശ്യങ്ങൾക്കൊക്കെ അതും, പിന്നെ ഒരു പഴയ സെന്നും ഉണ്ട്, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യണം. പിന്നെ ഇത് ലോങ്ങും പോകാനും ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴൊക്കെ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി മൈക്കാനും കൂടെ ഒന്ന് കൈമാറട്ടെ. കാരണം വെച്ചാൽ പൊതുവേ സ്ത്രീകൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാണാത്തൊരു വണ്ടിയാണ്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ രാവിലെ ഇത് ഓടിച്ചുകൊണ്ട് വന്ന രേവതിയാണ്. അപ്പോൾ രേവതിയോട് നമുക്കൊന്ന് ചോദിക്കാം, എങ്ങനെയുണ്ട് രേവതി വന്നാലേ ചെറുതാ, അതിൻ്റെ കൂടെ ഇത്രയും വലിയ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട്? പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി ഓടിക്കാൻ. പക്ഷേ ആദ്യമേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് ആ ഒന്ന് സീറ്റിംഗ് ഒക്കെ ഒന്ന് കംഫർട്ട് ആക്കി കഴിഞ്ഞപ്പം ഭയങ്കര ഈസി ആയിട്ട് തോന്നി. മറ്റേ വണ്ടി ഓടിക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് തോന്നി എനിക്ക്. വെച്ചാൽ റോഡ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെന്താ, അതും മാനുവലാണ്, ഇത് മാനുവലാണ് അല്ലേ? അപ്പോൾ പക്ഷേ ഈ സ്ത്രീകൾ പൊതുവെ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ എനിക്കെന്തോ ഇത് ഓടിച്ച് ശീലമായ കാരണം ഒന്ന് തോന്നുന്നു മാനുവൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ രേവതി ഏറ്റവും കൂടുതൽ ദൂരം ഓടിച്ച എവിടെയൊക്കെയായിരിക്കും? ഞങ്ങളിപ്പോൾ മൂകാംബികയിൽ പോയപ്പോൾ കുറേ ദൂരം ഓടിച്ചു. ആൾക്ക് ഉറക്കം വന്നു, വേറെ ടയർഡായിട്ട് വേറെ കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ മാറി മാറിയാണ് ഓടിച്ചത്. അപ്പോൾ ഈ സ്ത്രീകൾ ഓടിക്കുമ്പോൾ പൊതുവെ സമൂഹം എങ്ങനെയാണ് ഇപ്പോൾ പെരുമാറുന്നത്? പണ്ടൊക്കെ പറയാറുണ്ട് അതിശയത്തോടെ നോക്കാറുണ്ട്. വലിയ വണ്ടികൾ ഓടിച്ചു, ഞാനും നേരത്തെ ചെറിയ വണ്ടി ഓടിച്ചു, വലിയ വണ്ടികൾ ഓടിച്ചുകൊണ്ട് പോകണവരെ ഒന്ന് കൊള്ളാലോ, അപ്പൊ എനിക്ക് എന്താ ഒന്ന് ഓടിച്ചാല് എന്ന ആ രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഓടിച്ചോണ്ട് പോകുമ്പോഴും ആണല്ലേ? അപ്പൊ ഇനി അടുത്ത വലിയ യാത്ര എന്താണ് പ്ലാനിങ്? ഇനി പറഞ്ഞ പോലെ ഒരു ക്രോസ് കൺട്രി ഇപ്പൊ നമ്മളിത് ചെയ്തായിരുന്നു. ഇനി ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് പുറത്തേക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അതായത് ഈ നേപ്പാൾ വഴി ചേട്ടൻ പോയ പോലെ ലണ്ടനൊന്നും പോയില്ലെങ്കിലും അങ്ങനൊരു പ്ലാൻ ഉണ്ട് ആക്ച്വലി. തീർച്ചയായിട്ടും അത് വളരെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചാൽ മതി. അപ്പോൾ ഇതല്ലാതെ ഏത് വണ്ടി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മൈക്കും കൊടുക്കും, കാരണം മൈക്ക് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് കേട്ടോ. ഇതല്ലാതെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഏതാണ്? പുന്തോ ഇവോ 90 PS. അത് ഭയങ്കര പെറ്റായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്, നല്ല രസമുള്ള വണ്ടിയാണ്. ഇപ്പം അത് ഏകദേശം റെഡ് കളർ 1 lakh kilometer ആയി. ഇത് 1,39,000 ആയി. പിന്നെ ഒരു പഴയ സെൻ മൈനർ ഉണ്ട്, അതും അനിയനെ ഉപയോഗിക്കണം. അത് എന്നാലും നമ്മളൊക്കെ തന്നെയാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ദീർഘകാലം കൊണ്ടു നടക്കാൻ തന്നെയാണോ അതിൻ്റെ പരിപാടി? ഇത് എന്തായാലും നമ്മൾക്ക് ഫോർച്യൂണർ ഒരു ആഗ്രഹമുള്ളൊരു വണ്ടിയായിരുന്നു. ഈ മോഡൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അന്ന് എടുത്ത സമയത്തുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് നമുക്ക് ഇപ്പോഴാണ് സാധിച്ചത്. ഒരു 2 വർഷം ആവണേ ഉള്ളൂ. അത് കുറച്ച് ഓടിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനിപ്പോൾ മാറ്റണമെങ്കിലും ഇപ്പോൾ ഞങ്ങളന്ന് ഹൈലക്സിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വിളിച്ചിട്ട് പോയിട്ടുണ്ട്. മറ്റേ ഓഫ് റോഡ് ഒരു ട്രാക്കിൻ്റെ അവൻ്റെ അവധിയൊക്കെ ഓടിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ബിസിനസ്സിനും പറ്റിയൊരു വണ്ടിയാണ്. ഒന്നല്ലെങ്കിൽ ഹൈലക്സ് അല്ലെങ്കിൽ എൻഡവർ, പിന്നെ തിരിച്ചു വരുമെന്നൊക്കെ എവറസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. എവറസ്റ്റ് തന്നെയായിരുന്നു പണ്ടും പേര്, ഇന്ത്യ വന്നപ്പോൾ എൻഡവർ ആയെന്നേ ഉള്ളൂ. അതേതെങ്കിലും ചിലപ്പോൾ നോക്കിയേക്കാം. അതാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, രണ്ടുപേരും കാര്യമായ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഞങ്ങൾ മാക്സിമം ലൈൻ ട്രാഫിക് നോക്കുന്ന ആൾക്കാരാണ്. അത് നോക്കി തുടങ്ങിയത് കാരണം ബൈചേരനാണ്. താങ്ക് യു. അത് വളരെ നല്ലൊരു അഭിനന്ദനം വേണ്ടി ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഇന്ത്യയിൽ ഇത്രയും ദൂരം ഓടിച്ചപ്പോഴത്തേക്കും ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല ചേട്ടാ, ഭയങ്കര മോശമാണ്. നമ്മൾ ഈ ട്രക്കൊക്കെ റൈറ്റ് പിടിച്ച് എന്തോ ഒരു അപകടം. ഇപ്പം ഇന്നലെ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പോയപ്പോൾ ഒരു അങ്കിൾ ഒരു സ്വിഫ്റ്റ് റൈറ്റ് പിടിച്ചിട്ട് ഇപ്പുറത്തെ ഒരു വണ്ടി, നമുക്ക് പോകാൻ പറ്റുന്നില്ല. എത്ര വണ്ടി അതിൻ്റെ പുറകിൽ നിൽക്കണമെന്ന് അത് ആൾക്കാരെ പറഞ്ഞ് അറിയാൻ സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇട ദിവസം പൊക്കൂടാ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇത് നോക്കി മനസ്സിലാക്കിയത് ബൈച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം നമ്മൾ യൂട്യൂബിലും ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് കുറച്ചൊരു പരിധി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്നാൽ കൂടി നമ്മളെപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്കൊരു ഉപദ്രവமான രീതിയിൽ നമ്മൾ ലൈറ്റ് ഇടാറില്ല. ഹൈ ബീം ഇട്ട് ഓടിക്കാറ് തന്നെ ഇല്ല. അത്ര നല്ലൊരു സ്ഥലത്ത് പോകും അങ്ങനത്തെ ട്രാക്കിലും. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ വീഡിയോയിൽ കൂടെയൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് കണ്ടത്, അതായത് ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു ഓട്ടോമോട്ടീവ് യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ബൈച്ചേരനായിരുന്നു. ഞാൻ അതുപോലെ ഈ പറഞ്ഞ പോലെ വെളിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് ഇന്ത്യ വരുമ്പോഴേ. പക്ഷേ എന്നാലും ഞാൻ ആരെയും ഇപ്പോൾ കുറ്റം പറയാറില്ല. കാരണം ഇവർക്ക് അറിയാത്ത കാര്യം ചെയ്യണം, നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അത് ശരിക്കും നമ്മുടെ അധികാരികൾ, ലൈസൻസിങ് അതോറിറ്റീസ് ഒക്കെ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ അതും നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. അപ്പം നിങ്ങൾ ഇത്ര യാത്ര ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ വണ്ടി 4 പ്രാവശ്യം വർഷത്തിൽ സർവീസ് ചെയ്യാനുള്ള ഒരു ഫ്രീ സർവീസ് ഓപ്ഷൻ തരികയാണ്. റോഡ് മേറ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും വണ്ടിയൊക്കെ ചെളിയായിട്ടിരിക്കുകയാണെങ്കിൽ റോഡ് മേറ്റുമായിട്ട് ടൈപ്പുള്ള ഏതെങ്കിലും സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോയാൽ മതി. ഫ്രീ ആയിട്ട്
വാഷ് ചെയ്ത് തരും. അപ്പോൾ ഞാനൊരു ഡിജിറ്റൽ ഒരു കൂപ്പൺ തരാം, അത് റെഡീം ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എന്തായാലും കൂടുതൽ യാത്രകളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടുപേർക്കും. താങ്ക് യു ബിജു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിനി പരിചയപ്പെടുന്നത് റോയൽ എൻഫീൽഡിൻ്റെ മെറ്റ്യോറിൻ്റെ ഒരു ഓണറിനെയാണ്. ഈ മെറ്റ്യോറിൻ്റെ കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു മോഡേണൈസേഷൻ എന്ന് പറയുന്നത് സംഭവിച്ച ഈ വണ്ടിയിലൂടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലേ? ശരിയല്ലേ? ശരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും വാങ്ങിച്ചെന്ന് വിചാരിക്കുന്നു. അതിലേക്ക് കടക്കാം. അതിന് മുമ്പ് പരിചയപ്പെടാം. പേര് രാഹുൽ. എന്തിനാ രാഹുൽ? ഞാൻ ENY വർക്ക് ചെയ്യാണ്. EY. ഞാൻ എപ്പോഴും പറയാറുണ്ട് EYക്കാരാണ്. എറണാകുളത്ത് 4 പേരെ കണ്ട് 2 പേര് EY വർക്ക് ചെയ്യുന്നവരായി ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ ഇഷ്ടംപോലെ EYക്കാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മെറ്റിയോർ എന്നുള്ളതാണ് ചോദ്യം. സോ ചെറുപ്പം മുതൽ ടെർമിനേറ്റർ 2 കണ്ടതിന് ശേഷം എനിക്ക് ക്രൂസർ ബൈക്ക് വേണം വലിയ ആഗ്രഹം. നമ്മൾ ചെറുപ്പം മുതൽ ഈ റോയൽ എൻഫീൽഡ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു വണ്ടിയായിരുന്നു. പിന്നെ ഞാൻ യാത്ര ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ മറ്റേ 350 എടുക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് ലോഞ്ച് ചെയ്തത്. കണ്ടപ്പോൾ തന്നെ പണ്ടത്തെ ഓർമ്മകൾ, നമ്മുടെ ആഗ്രഹം ലൈക്ക് പെർഫെക്റ്റ് ആയിരുന്നു വണ്ടി. ആൻഡ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ക്രൂസറായിട്ട് തോന്നി. പ്യുവർ ക്രൂസർ ക്ലാസ്സിൽ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഐ തോട്ട് ഓഫ് ലൈക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്താണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചൊരു മൈൽഡ് അല്ലേ? മറ്റേ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ പഴയ ആ ഒരു ഗുമ്മല്ലല്ലോ ഇതിനുള്ളത്, അല്ലേ? ഇത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് രണ്ട് ക്ലാസ് ആയിട്ട് തോന്നുന്നു. കാരണം ഇത് കുറച്ച് പ്യൂർ ആണ്. കാരണം നമ്മുടെ കംഫർട്ട് ആണെങ്കിലും ഒരു 650 എഞ്ചിൻ കുറച്ച് റിഫൈൻഡ് ആണ്. മറ്റേ 350 ആണ്. ലോങ് റൈഡ്സ് പോവുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചും 650 എഞ്ചിനെ കുറച്ചും നല്ലത് തോന്നുന്നു. കാരണം നമ്മൾ ഒരു ലൈക്ക് ക്രോസ് കൺട്രി റൈഡ്സോ സംതിങ് ലൈക്ക് ദാറ്റ് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടി ലോങ് റൈഡ്സ് എനിക്ക് കംഫർട്ട് തോന്നുന്നു. കാരണം ഞാൻ റോയൽ എൻഫീൽഡ് 350 ഓടിച്ചിട്ടുണ്ട്, തണ്ടർബേർഡ് എല്ലാം. അതിനുശേഷം ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്ലാസ് ഓൾ ടുഗെദർ. അപ്പോൾ അത് കാരണം ഐ തോട്ട് ലൈക്ക് നേരത്തെ പറഞ്ഞൊരു വാക്ക് വളരെ ശരിയാണ്. പ്യുവർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇതിന് കൃത്യമായിട്ട് ചേരും. എങ്കിൽ പോലും ഇത് വന്ന സമയത്ത് തന്നെയാണ് ഹോണ്ടയുടെ ഹൈനസ് വന്നത്, അല്ലേ? രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ആൾക്കാർ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങിച്ചത്. അത് ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഓടിച്ചു നോക്കിയാണ്. പക്ഷെ എനിക്ക് റൈഡിങ് കംഫർട്ട് കുറച്ചും കൂടി ഇതിലാണ് ഇരിക്കുന്നത്. കാരണം ഫുഡ് പെക്സൻസ് എവിടെ പൊസിഷനിങ് ആയാലും ആ സീറ്റിംഗ് ആയാലും പ്ലസ് ഞാൻ ഹൈറ്റ് പറഞ്ഞ ഒരാൾ 5'4" എനിക്കുള്ളൂ. കുറച്ചും കൂടി 2 കാലം വെച്ച് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും തോന്നിയാണ് ഇത് എടുത്തത്. ഹൈനസ് നല്ല വണ്ടിയാണ്. പക്ഷേ അതിനെക്കാട്ടി കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ, കുറച്ചും കൂടി ലോങ് ഹാൻഡിൽ ബാർസ് ആ ഒരു ലുക്കും കുറച്ചും കൂടി ഇതിനാണ് എനിക്ക് തോന്നിയത്. ഞാനും അത് രണ്ടും അടുത്തടുത്താണ്. അതും അടുത്തടുത്താണ് ടെസ്റ്റ് റൈഡ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് സസ്പെൻഷൻ ഇതാണ് ക്ലാസ് അടിപൊളി. ഒരു പ്രശ്നം സസ്പെൻഷൻ്റെ കുറച്ച് സ്റ്റിഫാണ് ഇതിൻ്റെ സസ്പെൻഷൻ. കാരണം പിന്നെ കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് 740 mm ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആക്കിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് കാരണം പക്ഷേ ഇറ്റ്സ് ടു ഗുഡ് ആക്ച്വലി. കാരണം എസ്പെഷ്യലി ഇന്ത്യൻ റോഡ്സ് അല്ലെങ്കിൽ കേരളത്തിൽ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം റോഡ് ഇത്തിരി മോശമാണ്. പ്ലസ് സ്പീഡ് ബംസ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കാരണം ബുദ്ധിമുട്ടുണ്ട്. സ്റ്റിഫ് സസ്പെൻഷൻ ആയത് കാരണം ബാക്കിൽ. സ്റ്റിൽ റിയലി ഗുഡ് കമ്പയർ ടു എനി അതർ ക്രൂസർ. അപ്പോൾ നമ്മൾ ഈ എപ്പോഴും ഈ റോയൽ എൻഫീൽഡിനെ പറ്റി പണ്ടുകൊണ്ട് നമ്മൾ പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഒരു ഇന്ത്യൻ വണ്ടിയുടേതായ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ടാകാറുണ്ടോ? റോയൽ എൻഫീൽഡ് ഈ എഞ്ചിൻ കുറച്ചും റിഫൈൻഡ് ആണ്. ബാക്ക് ഇൻ 2018 തോന്നുന്നു ഫസ്റ്റ് 650 എഞ്ചിൻ ലോഞ്ച് ചെയ്ത്. അതിന് ശേഷം കുറച്ചും കൂടി റിഫൈൻഡാണ് തോന്നിയത്. ഓടിക്കുമ്പോൾ കുറച്ച് ആ ഫീൽ ചെയ്യാം നമുക്ക്. പിന്നെ അത്ര ഹീറ്റ് ചെയ്യുന്നില്ല. മുന്നേ 650 ബാക്കി എഞ്ചിൻ കുറച്ച് നല്ല കുറച്ചൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓടിച്ചാൽ ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് അത്ര ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട്, ഇല്ല പറയുന്നില്ല, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് വേ ബെറ്റർ കമ്പയർഡ് ടു പ്രീവിയസ് റോയൽ എൻഫീൽഡ്. എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് പറയാനുണ്ടോ? സിറ്റി റൈഡ് നോ ആണല്ലേ? ബിഗ് നോ. ശരി. കാരണം ടേണിംഗ് റേഡിയസ് കുറച്ച് അധികം വേണം. പിന്നെ ട്രാഫിക് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പക്കാ ക്രൂസർ ബൈക്കാണ്. പക്കാ ക്രൂസർ ബൈക്ക്. അപ്പോൾ അതുപോലുള്ള ലോങ് റൈഡുകൾ പോകാറുണ്ടോ? ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കറങ്ങി. ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. പിന്നെ മൈലേജ് ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾ 16 or 17 സിറ്റിയിലേക്കുണ്ട്. എസ്പെഷ്യലി കൊച്ചിയിലേക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി കമ്മ്യൂട്ടിന് പറ്റില്ല. ലോങ് ഫ്രം ഹിയർ ടു ട്രിവാൻഡ്രം പോയിരുന്നു. അപ്പോൾ 24-25 അടുത്ത് കിട്ടിയത്. പക്ഷേ സിറ്റിക്കകത്ത് ബിഗ് നോ. എസ്പെഷ്യലി ട്രാഫിക് ആകുമ്പോൾ എസ്പെഷ്യലി നമ്മൾ കൊച്ചിയിൽ റൂൾസ് ആരും ഫോളോ ചെയ്യില്ല. പക്ഷേ അത് കാരണം നമ്മൾ സൂക്ഷിച്ച് ഇതാക്കാൻ കുറച്ച് ഹാൻഡിൽ ബുദ്ധിമുട്ടാണ്. സർവീസ് കോസ്റ്റ് ഒക്കെ ഉണ്ട്. എത്ര ഓടിയിട്ടുണ്ട് ഇപ്പോൾ? 2400 ഓടി. ഇപ്പോൾ 4 മാസമായിട്ട്. സർവീസ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു ലൈക്ക് 2000 റീസണബിൾ. അപ്പം നമ്മളിപ്പം ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? നമ്മൾ എന്ത് ആവശ്യം കാരണം ലോങ് ടേം നമ്മൾ യാത്ര ചെയ്യുന്ന ആളാണ് പറയാൻ ഡെഫിനറ്റ്ലി ലൈക്ക് ദ ബെസ്റ്റ്. ഈ ഒരു പ്രൈസ് റേഞ്ച് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റാണ്. ഒരു ലൈക്ക് 8 or 8 കൊടുക്കാം. സിറ്റിയിലാണെങ്കിൽ കുറയും. 4 or 5 റെക്കമെൻഡ് ചെയ്യില്ല ഒരിക്കലും. കാരണം നോർമലി ഈ ഒരു ബൈക്ക് സിറ്റിയിൽ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെക്കമെൻഡ് ഒരിക്കലും ചെയ്യും. കാരണം കുറച്ച് ഹെവിയാണ്. ചെറിയ ചെറിയ ടേൺസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കട്ട് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാം. എങ്കിൽ പോലും നമ്മൾ പറഞ്ഞല്ലോ റോയൽ എൻഫീൽഡിൻ്റെ പഴയ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വന്നൊരു ഒരു മോഡൽ തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഫീച്ചർ ഉണ്ടോ?
ആ ഒരു ഫീച്ചറാണ് വിങ്മാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് 650 വേണ്ടിയിട്ട്. കാരണം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ലൈവായിട്ട് കംപ്ലീറ്റ് എഞ്ചിൻ. അതൊരു ഭയങ്കര കണക്ടിവിറ്റി ഭയങ്കര, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു വിങ്മാൻ വേറൊരു ബൈക്ക് ഓഫർ ചെയ്യുന്നില്ല. അതൊരു ഭയങ്കര നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഇപ്പോൾ കാലത്ത്, അതായത് ഇപ്പോൾ നമ്മളിപ്പം എന്താ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് അഫോർഡബിൾ അല്ലാതൊക്കെ നിന്നിരുന്ന പല ബൈക്ക് എന്താ പറയുക കമ്പനികളും ഇപ്പം അഫോർഡബിൾ ബൈക്കുകൾ കൊണ്ടുവന്നു. ഇപ്പം ഹാർലി ആണെങ്കിലും ട്രയംഫ് ആണെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ നോക്കിയിരുന്നു, പക്ഷേ ഈ ഒരു ക്ലാസ്സിന് പ്യുവർ ക്രൂസറിൽ വേറൊരു ഓപ്ഷൻ നമുക്ക് പിന്നെ വൾക്കൻ വരുന്നുണ്ട്. പക്ഷേ പ്രൈസ് റേഞ്ച് കുറച്ച് അധികമാണ്. ഒരു അഫോർഡബിൾ പ്യുവർ ക്ലാസ് ലുക്കുള്ള കുറച്ചും കൂടി ദ ബെസ്റ്റ് അവരൊക്കെ റോയൽ എൻഫീൽഡ്. അതിലൊരു സംശയമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഈ പറയുന്ന കേട്ടിട്ട് ഇത് ഉടനെ ഒന്നും വിൽക്കാനുള്ള ഒരു സാധ്യത ഇല്ലെന്നുള്ളതാണ്. ഇല്ല, എന്താണ് ഇനിയിപ്പോൾ ഒരു ലോങ് റൈഡ് പ്ലാൻ ചെയ്യുന്നത് എങ്ങോട്ടാ? ഗോവയ്ക്ക് ഒരു പ്ലാൻ. ഗോവയ്ക്ക് പറ്റിയ സാധനം പറ്റൊക്കെയാണ് ആ റോഡ്. നമ്മുടെ നാട്ടിലെ സ്പീഡിൻ്റെ ഇതൊക്കെ ഉണ്ട്. കേരളത്തിലാകുമ്പോൾ 78 അതിനപ്പുറം പോകാൻ പറ്റില്ല. പക്ഷേ പുറത്തേക്ക് കുറച്ച് നമുക്ക് ലോങ് റൈഡ്സിന് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ട്രൈ ദാറ്റ്. അപ്പോൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും മനസ്സിൽ കൊള്ളാമല്ലോ തോന്നിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിരിക്കുന്ന ഒരു ക്രൂസർ ബൈക്ക് ഏതാ? വാങ്ങിക്കാനല്ല എങ്കിൽ പോലും എനിക്ക് വൾക്കൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് അപ്പോൾ ഉണ്ടായിരുന്നു, അപ്പോൾ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാരണം. പിന്നെ അത് കാരണം വൾക്കൻ ഇസ് ലൈക്ക് ഡിഫറെൻറ്റ് ലുക്കാണ് വരുന്നത്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് റിയലി ഗുഡ് ആക്ച്വലി ഓടിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻറ്റ്. കാരണം പണ്ടും ഒരു റോയൽ എൻഫീൽഡ് നമ്മളൊരു ഇന്ത്യ ഒരു മലയാളി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് ജസ്റ്റ് വെൻറ്റ് ഫോർ ദിസ്. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി കസ്റ്റമറാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ എന്തായാലും കുറേ യാത്രകളൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. അതായത് എവിടെ സൗത്ത് ഇന്ത്യയിൽ എവിടെ ഈ വണ്ടി കൊണ്ടുപോയാലും വർഷത്തിൽ 4 പ്രാവശ്യം സർവീസ് ചെയ്യാനുള്ള നമ്മൾ ഫ്രീ ഗിഫ്റ്റ് തരികയാണ്. അത് റോഡ് മേറ്റ് എന്ന് പറയുന്ന ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് എവിടെ ആയാലും അവരുമായിട്ട് ടൈപ്പുള്ള സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടാവും. അവിടെ വർഷത്തിൽ 4 പ്രാവശ്യം സർവീസ് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ ഒരു കൂപ്പൺ നമ്മൾ തരും, അതിൽ അത് റെഡീം ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എന്തായാലും എവിടെ പോയി ഇപ്പോൾ ഗോവയൊക്കെ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം സാധാരണ നമ്മൾ ഈ പ്രോഗ്രാമിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇനിയിപ്പോൾ മറ്റേ അടുത്ത വണ്ടിയുമായിട്ട് കാണാം. പക്ഷേ ഈ കാര്യത്തിൽ ഉടനെ ഒന്നും അടുത്ത വണ്ടിയിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, ഡ്രൈവ് സേഫ്. താങ്ക് യു. ഞാനിപ്പോൾ മാരുതി ജിംനി എടുത്തിട്ട് ഏതാണ്ട് 8 മാസം ആവുകയാണ്. അപ്പോൾ ഈ ജിംനി ആയിട്ട് ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ താറടിച്ചായിരുന്നത് എന്ന് ചോദിക്കും. ഇതിന് ഉത്തരം പറയലെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു സ്ഥിരം എന്തൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അത്രയധികം താറെന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞു ഈ ഒരു വാഹനത്തിൻ്റെ രൂപം. ഞാനിപ്പോൾ തന്നെ പറയുമായിരുന്നു, ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമ്മതിക്കേണ്ട ഒരു ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു താറിൻ്റെ ഓണറിനാണ്. നമസ്കാരം. നമസ്കാരം. പേര്? ധനേഷ്. ഇവിടെ നിങ്ങൾ നീങ്ങുന്നത് ധനേഷ്. ഓക്കെ. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസലാണ്, മാനുവലാണ്. ഡീസൽ മാനുവലാണ് അല്ലേ? പൊതുവെ ഇപ്പം നമ്മൾ എല്ലാവരും എടുക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലോ. എന്തുകൊണ്ടാണ് ധനേഷ് മാനുവലിലേക്ക് പോയത്? മാനുവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഗിയർ മാറ്റി പോകുന്ന ഒരു സുഖം, ഒരു ഓൾഡ് സ്കൂൾ സാധനം കിട്ടും അല്ലേ? പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ചെറുപ്പക്കാർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. എങ്കിലും ടൗണിലൊക്കെ ഓടിക്കുമ്പോൾ ഈ എറണാകുളത്തെ ട്രാഫിക്കിലൊക്കെ ഗിയർ ഷിഫ്റ്റ് ക്ലച്ച് ഔട്ട് സാധാരണ ഞാൻ കരുതായിരുന്നു താറാകുമ്പോൾ കൂടുതലായിട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. എത്ര കാലം ഇപ്പോൾ എടുത്തിട്ട് 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ. എത്ര രൂപയായിരുന്നു അന്ന് എടുത്തപ്പോൾ? ശരിക്കും 17.5 ആണ് ആയത്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ ശരിക്കും 16 സംതിങ് ആണ്. ഡെലിവറി കിട്ടിയപ്പോഴേക്കും 1 ലാക്ക് കൂടി. 1 ലാക്ക് കൂടി അല്ലേ? അക്കാര്യത്തിൽ മാത്രമാണ് മഹീന്ദ്രയായിട്ട് എനിക്കൊരു യോജിപ്പില്ലാത്തത്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ടാറ്റയുടെ വണ്ടികളൊക്കെ ബുക്ക് ചെയ്താൽ ആ പ്രൈസിന് തന്നെ നമുക്ക് ഡെലിവറി കിട്ടും തോന്നുന്നു. കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്. എങ്കിലും പക്ഷേ പലപ്പോഴും അവർ ആദ്യം നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കുന്നതിലുണ്ട് വില കൂടുതൽ വന്നാൽ അത് വരും എന്നൊക്കെയുള്ള. പക്ഷേ നമുക്ക് അപ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റ് തരാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മേടിക്കാൻ തയ്യാറാണത്. അതെ ശരിയാണ്. അല്ല, അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള നിങ്ങളുടെയൊക്കെ കൺസേൺ പറയാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് 1 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു ഈ വണ്ടിക്ക്. അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിനോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. പക്ഷേ അവർക്ക് ഞാൻ മേടിച്ചില്ലെങ്കിൽ വേറെ വിറ്റ് പോകും. അതുകൊണ്ട് പിന്നെ അവർക്ക് മേടിക്കാമല്ലോ. അതെ ശരിയാണ്. എന്താണ് ഇപ്പോൾ നമ്മളൊരു ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും ഈ വാഹനത്തിന്? ഔട്ട് ഓഫ് 10 ഞാനതിന് 9 കൊടുക്കും. 9 കൊടുക്കും. ശരി. ഈ 1 എന്തിലാണ് പോകുന്നത്? 1 എനിക്ക് ഓട്ടോമാറ്റിക് AC ഉണ്ടെങ്കിൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് മൈലേജ് കുറച്ചും കൂടെ കിട്ടുമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം തോന്നുന്നു എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ലോങ് പോകുമ്പോൾ ഫുൾ കംഫർട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ഈ വണ്ടി വെച്ച് ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് സെക്കൻഡ് റോയിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ട്, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, കുറച്ച് ക്രാംഡാണ്. അത്തരം കാര്യങ്ങൾ പിന്നിലിരിക്കുന്നവർ പറയാറുണ്ടോ? പിന്നിൽ അങ്ങനെ കാര്യമായിട്ട് ആരും ഇരിക്കാറില്ല. ഞാൻ സിംഗിളാണ്. അപ്പോൾ ആ രീതിയിൽ ഫ്രണ്ട് ആരെങ്കിലും ഒരാളെ ഉണ്ടാവാറുള്ളൂ.
അത് തന്നെയാണ് ഇപ്പോൾ താറിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം എനിക്കതാ തോന്നിയിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് കയറി ഇരിക്കാൻ ബുദ്ധിമുട്ട് പ്രായമുള്ളവരാണ്. പിന്നെ ബൂട്ട് സ്പേസ് വളരെ കുറവാണെന്നുള്ള ഒരു പ്രശ്നം. പിന്നെ അത് സീറ്റ് ഫോൾഡ് ചെയ്താൽ ബൂട്ട് സ്പേസ് ഉണ്ട്. അതെ, പക്ഷേ ബാക്കിൽ ആളുണ്ടെങ്കിൽ അതും പറ്റില്ല, അത് പറ്റില്ല. അപ്പോൾ അത്തരം ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട്. ഞാനൊക്കെ ജിംനിയിലേക്ക് പോകാനുള്ള കാരണവും അത് തന്നെയായിട്ട് പറയാം. ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാവുന്ന ഒരു കാര്യം ഇപ്പോൾ ഓട്ടോമാറ്റിക് AC എന്ന് പറഞ്ഞല്ലോ. അതെ. വേറെ എന്താണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് റൈഡിൻ്റെ കാര്യത്തിൽ, ഡ്രൈവിൻ്റെ കാര്യത്തിൽ എന്താണ് ഡ്രോബാക്ക് പറയാവുന്നത്? ഡ്രൈവിൻ്റെ കാര്യത്തിൽ ബൗൺസി ആണോ, അങ്ങനെ ബമ്പിയാണെന്ന് തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഫൺ ഡ്രൈവാണ്. പിന്നെ രാവിലെ അത് എടുത്ത് പോകുമ്പോൾ ഒരു ത്രില്ലാണ് എടുത്ത് ഓടിക്കാൻ. ഞാൻ ആദ്യം സ്വിഫ്റ്റാണ് യൂസ് ചെയ്തിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇടയ്ക്കൊരു ഡ്രൈവ് ചെയ്യാനൊരു മൂടാണ്. പിന്നെ കുറച്ചൊരു സേഫ്റ്റി ഫീലും തീർച്ചയായിട്ടും ഉണ്ട്. സേഫ്റ്റി ഫീൽ ഉണ്ട്. എത്ര ദൂരം വരെയൊക്കെ ഓടിച്ചിട്ടുണ്ടാവും? ഞാൻ ബാംഗ്ലൂർ പോകാറുണ്ട്, പിന്നെ ഗോവ ലോങ് ഇടയ്ക്ക് പോകാറുണ്ട്. ശരി. മൈലേജ് എന്ത് കിട്ടുന്നുണ്ടാവും? മൈലേജ് ലോങ്ങിൽ എനിക്കൊരു 16 എബവ് കിട്ടാറുണ്ട്. ഇവിടെ ടൗണിലാണെങ്കിൽ 13, 14 ആ റേഞ്ച് 16 കിട്ടുന്നുണ്ട്. മോശമല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിക്കാണും ടോട്ടലി? 15,000. സർവീസ് കോസ്റ്റ് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. 10,000 എനിക്കെന്തോ 7,000 എന്തോ വന്നിട്ടുണ്ട്. സർവീസ് ക്വാളിറ്റി എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല, നല്ല സർവീസാണ്. അത് വാലറ്റ് മഹീന്ദ്ര വയനാട്ടിലാണ്. അതും മോശമല്ല. കാരണം പലപ്പോഴും ഇന്ത്യൻ കമ്പനികളെ പറ്റി ഒരു പരാതി സർവീസിൻ്റെ കാര്യമാണ്. ഇത് ആ കാര്യത്തിൽ തന്നെ ഓക്കെയാണ്. അപ്പം പിന്നെ എന്താണ് പറയാനുള്ളത്? നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പുതിയ കുറേ വാഹനങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കുന്നൊരു വാഹനം, അത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും ഏതാണ് ശ്രദ്ധിച്ചൊരു വാഹനം? മേടിക്കാൻ ഇപ്പോൾ എല്ലാ സെലിബ്രിറ്റീസും മേടിക്കുന്ന ഡിഫൻഡർ. അതാണ് കണ്ടിപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഈ ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, ഓടിക്കാൻ കിട്ടിയിട്ടില്ല സത്യം. അത് കുഴപ്പമില്ലെങ്കിൽ വാങ്ങിക്കുമോ നിങ്ങളെപ്പോലൊക്കെ ഉള്ളവർ? ബാറ്ററിയുടെ കാര്യത്തിലൊക്കെ ഒരു ഫിക്സഡ് ആയിട്ട് ഇത് വരികയാണെങ്കിൽ മേടിക്കാം. അത്ര ഒരു ആശങ്ക ഇപ്പോഴും ഉണ്ടല്ലോ, എന്താണ്? അതെ, ഞാൻ അതിൻ്റെ ഒരു ബാറ്ററിയുടെ ഒരു വീഡിയോ കണ്ടു. ചെറിയ ബാറ്ററികൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് എനിക്ക് കണ്ടപ്പോൾ എന്തോ അറിയില്ല അതിനെപ്പറ്റി എന്താ സത്യാവസ്ഥ. അപ്പോൾ എല്ലാവരും പലരും നമ്മൾ ചോദിക്കുന്നവരൊക്കെ പറഞ്ഞത് ഇതാണ്. അതിൻ്റെ കാര്യത്തിലൊരു കൃത്യമായി എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. അപ്പോൾ ഇത്രയും ദൂരമൊക്കെ ഓടിച്ചു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഗോവ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്യാറുണ്ടോ? കീപ്പ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് തന്നേഷ് ലൈൻ ട്രാഫിക് പഠിച്ചത്? നിങ്ങളെ ആരും പഠിപ്പിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. പിന്നെ എവിടെ നമ്മൾ കേട്ടറിവാണ്. അതായത് അത്യാവശ്യം 80 ഇതിൽ പോകുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ചേർന്ന് പോകാന്നുള്ളതാണ്. പിന്നെ ഇവിടെ കേരളത്തിലാണ് തോന്നുന്നത് കൂടുതലായിട്ട് ബൈക്ക് റൈറ്റ് സൈഡിൽ പോകുന്നത്. എനിക്ക് തമിഴ്നാടൊക്കെ അവർ സൈഡിലൂടെയാണ് ബൈക്ക് കാണാറുള്ളത്. കേരളത്തിലാണ് അത് തീരെ കീപ്പ് ചെയ്യാത്തത്. ഇന്ന് രാവിലെ വരുമ്പോൾ ഓപ്പോസിറ്റ് വൺ വേയിൽ ഒരു ഏജായ ആളാണ്. പുള്ളി വൺ വേയിൽ വന്നിട്ട് എന്നോട് ഷൗട്ട് ചെയ്യുന്നു, നീ എങ്ങോട്ടാ പോകുന്നത്? അതായത് ഓപ്പോസിറ്റ്. ഞാൻ ക്യാമറയിലിട്ടത്, വേണമെങ്കിൽ വീഡിയോ വിഷയം തരാം. എന്ത് പറയാനാ നമ്മൾ? അതാണ് ഇവിടുത്തെ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എങ്കിലും അവിടം വരെയൊക്കെ ഓടിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്യുന്ന ആരെല്ലാം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? അവിടെയൊക്കെ കൂടുതൽ പേരും കീപ്പ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. അതെ. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ്. പൊതുവേ നമ്മൾ കാണുന്ന താർ ഓണേഴ്സ് അധികവും ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ഒരു മാനുവൽ വാഹനം ഓടിക്കുന്ന ആളെ പരിചയപ്പെടാൻ സാഹചര്യം സന്തോഷമുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഫീഡ്ബാക്കുകൾ നല്ലതാണ്. അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ തമ്മിൽ കണ്ട സ്ഥിതിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് തരാം. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൽ DPF അതൊരു ചെറിയ പണിയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ ടൗണിൽ ഓടുന്നതുകൊണ്ട് ഇടയ്ക്ക് അത് റീജൻ ചെയ്യാൻ പറയും. കഴിഞ്ഞ പ്രാവശ്യം റീജൻ ചെയ്തപ്പോൾ ഹാഫ് അവർ എടുത്തു വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആക്സിലേറ്റർ. ഇതിപ്പോൾ അവർ ടൗണിൽ നിന്ന് ഇതിൻ്റെ ഈ ഡീസൽ പാർട്ടികൾ ഒഴിവാക്കാതെ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ടൗണിൽ തന്നെ ഇട്ടിട്ടാണ് റീജിയൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് പൊല്യൂട്ടഡ് ആവുന്നത്. അരമണിക്കൂർ എടുത്തു. അതെ, അരമണിക്കൂർ എടുത്തു. എനിക്ക് ആദ്യമായിട്ട് കഴിഞ്ഞ അതിന് മുമ്പത്തെ തവണ 50 മിനിറ്റ്സ് എടുത്തോളൂ. പക്ഷേ ഇത് 30 മിനിറ്റ്സ് എടുത്തു. ശരി. എനിക്ക് തോന്നുന്നു അതും ഇപ്പോൾ പുതിയൊരു ടെക്നോളജി പോലെ വന്നിരിക്കുന്നതുകൊണ്ട് അല്ലേ, അതൊന്നും ആയി വരാനൊരു പ്രശ്നമാകാം അല്ലേ? അതായിരിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇത്രകാലം ഉപയോഗിച്ച വാഹനങ്ങളൊന്നും അതില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഇപ്പം നമ്മുടെ ജിംനിയാണല്ലോ പെട്രോൾ ആയതുകൊണ്ട് DPF ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ അതൊരു ഫീഡ്ബാക്കാണ്. മഹീന്ദ്രയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഇത്ര ഓടുന്ന ആളെന്നുള്ള നിലയ്ക്ക് വാഹനം 4 പ്രാവശ്യം വർഷത്തിൽ സർവീസ് ചെയ്യാനുള്ള ഫ്രീ കൂപ്പണാണ് തരുന്നത്. അത് സൗത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും റോഡ് മേറ്റ് എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. റോഡ് മേറ്റുമായിട്ട് ടൈപ്പുള്ള സർവീസ് സെൻറ്റേഴ്സിൽ ചെന്നാൽ മതി. നമ്മളൊരു കൂപ്പൺ തരും, അത് റെഡീം ചെയ്താൽ മതി. അപ്പോൾ ഗോവയിൽ പോയാലും ബാംഗ്ലൂർ പോയാലും ഒക്കെ വാഹനം ചെളിയാണെങ്കിൽ അവരുമായിട്ട് ടൈപ്പുള്ള സർവീസ് സെൻറ്ററിൽ വാഷ് ചെയ്ത് ഭംഗിയായിട്ട് കൊണ്ടുനടക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം പുതിയ ഏതെങ്കിലും വാഹനമായിട്ട് നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.
അപ്പോൾ റാപ്പിഡ് ഫയർ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ പറയുന്നത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ വീഡിയോകൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഏറ്റവും മികച്ച കമൻറ്റ് ചെയ്യുന്നയാളെ തിരഞ്ഞെടുത്ത് 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുകയാണ്. റോഡ്മേറ്റ് എന്ന ആപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഹാമ്പർ നൽകുന്നത്. അപ്പം മികച്ച ഒരു കമൻറ്റിനാണ് നമ്മൾ ഈ ഒരു 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ നൽകുന്നത്. വിമർശനാത്മകമായ കമൻറ്റുകളാകാം, അതുപോലെ രസകരമായ കമൻറ്റാകാം, എന്ത് കമൻറ്റും ചെയ്യാം. അതിൽ ആഴ്ചയിലൊരിക്കൽ മികച്ച കമൻറ്റിനെ തിരഞ്ഞെടുത്താണ് സമ്മാനം നൽകുന്നത്. നിങ്ങൾക്കിപ്പോൾ വാഹനമില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, വാഹന സംബന്ധിയായ ഗിഫ്റ്റൊന്നും അല്ല തരുന്നത്, അതുകൊണ്ട് ആർക്കും ഉപയോഗിക്കാവുന്ന ഗിഫ്റ്റാണ്. മറ്റൊരു കാര്യം, വിദേശത്തുള്ളവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലെ വീട്ടിലേക്ക് ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ റോഡ്മേറ്റ് നൽകുന്ന 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാ വീഡിയോയും കാണുക, കമൻറ്റ് ചെയ്യുക, സമ്മാനം നേടുക. അപ്പോൾ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.